കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സശസ്ത്ര സീമാബൽ SSB 2026 വർഷത്തെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആകെ 233 ഒഴിവുകളിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്, 197. കൂടാതെ ഇലക്ട്രീഷ്യൻ 29, വെറ്റിനറി 5, സ്റ്റൂവാർഡ് 2 എന്നീ വിഭാഗങ്ങളും ഒഴിവുകളുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോ തസ്തികയ്ക്കും വ്യത്യസ്തമായ വിദ്യാഭ്യാസ യോഗ്യതകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ കമ്മ്യൂണിക്കേഷൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ സയൻസ് വിഷയത്തിൽ 12ാം ക്ലാസ് വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് IT മേഖലയിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇലക്ട്രീഷ്യൻ തസ്തികയ്ക്ക് 10ാം ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. വെറ്റിനറി വിഭാഗത്തിലേക്ക് ബയോളജി ഒരു പ്രധാന വിഷയമായി പഠിച്ച് +2 യോഗ്യതയും വെറ്റിനറി ഡിപ്ലോമയും ആവശ്യമാണ്. പ്രായപരിധി നോക്കിയാൽ ഇലക്ട്രീഷ്യൻ തസ്തികയ്ക്ക് 18 മുതൽ 25 വയസ്സ് വരെയും മറ്റ് തസ്തികകൾക്ക് 18 മുതൽ 27 വയസ്സ് വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സമ്പന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രധാനമായും 4 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ കായികക്ഷമത പരിശോധിക്കുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കും. ഇത് വിജയിക്കുന്നവർക്ക് 150 മാർക്കിന്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തു പരീക്ഷ നേരിടേണ്ടി വരും. ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, റീസണിംഗ്, ലാംഗ്വേജ്, ടെക്നിക്കൽ സബ്ജക്ട് എന്നിവയാണ് പരീക്ഷാ വിഷയങ്ങൾ. ഇതിനുശേഷം ഇലക്ട്രീഷ്യൻ തസ്തികയുള്ളവർക്ക് സ്കിൽ ടെസ്റ്റും തുടർന്ന് രേഖാ പരിശോധനയും മെഡിക്കൽ പരിശോധനയും നടക്കും. ജനറൽ, OBC, EWS വിഭാഗങ്ങളെ പുരുഷന്മാർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC, ST, സ്ത്രീകൾ, മുൻ സൈനികർ എന്നിവർക്ക് ഫീസ് ഇളവുണ്ട്. കേന്ദ്രസേനയിൽ ജോലി ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. ഏപ്രിൽ 20 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.